ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും അനന്തപുരിയിലേക്ക് സ്വാഗതം. അനന്തകലാപുരി നമ്മുടെ ഈ കലോത്സവം പ്രമാണിച്ചുള്ള പ്രത്യേക ഷോ ആരംഭിക്കുകയാണ്. വലിയ ജനക്കൂട്ടമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിലുള്ളത്. അടുത്ത 2 മണിക്കൂർ നമ്മൾ ഒന്നിച്ചുള്ള ഒരു യാത്രയായിരിക്കും. അപ്പോ നമുക്ക് ജനങ്ങളുടെ പ്രതികരണം എന്താണ് എന്നറിയാനും ഒക്കെ തന്നെ നമ്മൾ ശ്രമം നടത്തും. നിങ്ങൾക്കറിയുന്ന പോലെ സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേദിക്ക് മുമ്പിലാണ് ഞാനിപ്പോഴുള്ളത്. ഒരുപക്ഷെ തലസ്ഥാന നഗരി വേണമെങ്കിൽ ഇളകി മറിഞ്ഞിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അത്ര കൂടുതൽ ജനക്കൂട്ടം ഇന്നിവിടെ ഉണ്ട്. വിവിധ വേദികളിൽ മത്സരം പുരോഗമിക്കുകയാണ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലാമേളയാണ് നടക്കുന്നത്. ഓയ്, ഹൗ ആർ യു? ഓക്കെ, ഹലോ. ഓക്കെ, സന്തോഷം. മേയർ, എന്തൊക്കെയാണ്? കലോത്സവം ഗംഭീരമായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. എങ്ങനെ ഡോക്ടർ ദിവ്യയുടെ വിശേഷങ്ങൾ? ശബരിനാഥ അന്വേഷിക്കുന്നുണ്ടല്ലേ? ഓക്കെ. സാധാരണ എസ്കാൻ മാത്രമാണ് ചാനലിൽ ചാടുന്നത്. 2 ദിവസമായിട്ട് 6 മണി തൊട്ട് രാത്രി വരെ എല്ലാവരും ചാടുക. ജനങ്ങൾ എത്ര പ്രാവശ്യം പറയണം? ജനങ്ങൾ മുഴുവൻ ചാടും. നമുക്ക് നടന്നാലോ? ഓക്കെ. അപ്പൊ ഒരു കാര്യം കൂട്ടിച്ചേർക്കണം, ആരെ പറ്റി അന്വേഷിക്കുന്നത് അത് ഏറ്റവും പ്രധാനമല്ലേ? കോർപ്പറേഷൻ മേയർക്ക് ഭാരിച്ച ഉത്തരവാദിത്വം ആയിരിക്കുമല്ലോ. വലിയ ഉത്തരവാദിത്വം. അപ്പൊ അതിന്റെ കൂടെ നമ്മളും ഉണ്ട്. നല്ല ജനം ഉണ്ടല്ലോ. വൈകുന്നേരമൊക്കെ ആയപ്പോ ഒരു രക്ഷയില്ലാത്ത ജനം അല്ലെ നമുക്ക് അല്ലേ? ഞായറാഴ്ചയും കൂടെ ആയപ്പോ മാത്രമല്ല തിരുവനന്തപുരത്ത് മുഴുവൻ ജനമാണ്. ഞാൻ കനകുന്ന് വഴി വരുമായിരുന്നു. അവിടെയൊക്കെ നല്ല ജനങ്ങളാണ്. ഒരു വലിയ ആഘോഷമായിട്ട് ഉത്സവത്തിന്റെ പ്രതീതിയായി അതാ ഫീൽ ചെയ്യുന്നല്ലേ? ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഓക്കെ. കൊച്ചു മുതൽ വലുത് വരെ, കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആൾക്കാർ. ഡോക്ടർ ദീപിക്ക് എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? വേറെ സംസ്ഥാനങ്ങളിൽ നിന്നും വന്നിട്ടുള്ള കുട്ടികളോടും അധ്യാപകരോടൊക്കെ സംസാരിച്ചിരുന്നു. അപ്പൊ എല്ലാവരും വളരെ സന്തുഷ്ടരാണ്. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു മേന്മയായിട്ട് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ രാഷ്ട്രീയമില്ലാത്ത കലോത്സവം? തീർച്ചയായിട്ടും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വരുന്നുണ്ട്. ഇതിനു മുമ്പ് 2016 ട്രിവാൻഡ്രത്തുണ്ടായിരുന്നത്. നന്നായിട്ട് നല്ല ജനപങ്കാളിത്തം. നിങ്ങളെല്ലാം നന്നായിട്ട് എല്ലാവരും പൊലിപ്പിച്ച് നന്നായിട്ട് പൊലിപ്പിക്കുന്ന ആണല്ലോ നമ്മുടെ ജോലി. ആഘോഷങ്ങളുടെ സമയമാണ് ഇപ്പൊ. എനിക്കൊന്ന് എല്ലാ ദിവസവും ഭാര്യ സമേതനായിട്ട് ഇവിടെ ഉണ്ടാവും അല്ലേ? ഭാര്യ മടുക്കുന്നവര് അല്ലേ? ഓക്കെ. എന്തൊക്കെയായിരിക്കും നമ്മുടെ പ്രേക്ഷകര് ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുക? ഇതൊരു പ്രത്യേക ലൈവാണ്. എനിക്ക് തോന്നുന്നു സാർ, ഒരു ഈ 2016 കാര്യം നമ്മൾ പറഞ്ഞപ്പോ അന്നത്തേക്കാൾ ഇന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇപ്പൊ മീഡിയ ആയിരുന്നാലും എല്ലാവരും വളരെ വിശദമായി കലോത്സവം റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു 10 വർഷം മുമ്പുള്ള സാഹചര്യം ഇങ്ങനെയല്ല. അപ്പൊ കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ്, ഒരുപാട് സാധ്യതയല്ലേ? ഇതാരാ ഒരു പുതിയ അതിഥി? ഹായ്, ഹൗ ആർ യു? ഹലോ. ഉറക്കമായോ? അയ്യോ, ഉറക്കമായോ? പേരെന്ന് പറഞ്ഞേ. ഭയങ്കര ബഹളവും കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഇവിടെ ഇങ്ങനെ നടക്കുക. ഓക്കെ. അപ്പൊ വളരെ സന്തോഷം. താങ്ക് യു. ഓക്കെ. കുട്ടിയെ വെച്ചോണ്ട് പാട്ട് പാടുന്നുണ്ടോ? അമ്മ അപ്പ എല്ലാരും ഉണ്ട്. ആണോ? ഓ, അത് ശരി. അമ്മ ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ എന്ത്? സന്തോഷം. എപ്പോ വന്നു? ഓക്കെ. ഇത് പ്രേക്ഷകർക്ക് അറിയുന്നതുപോലെ ഡോക്ടർ ദിവ്യയുടെ അച്ഛനും അമ്മയാണ് അല്ലെ? പുല്ലൂരുകാരാണ്. ഞങ്ങളൊരു പ്രാദേശികം പറഞ്ഞതാ ഇതിനിടയ്ക്ക്. 8-10 വർഷങ്ങൾ പിറകോട്ട് പോയാൽ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ? 12 വർഷം ഓടിയല്ലേ? അതെ. ഒന്ന് മോനല്ലേ? മോനെ ഒന്ന് എടുത്തു കഴിഞ്ഞാലേ അച്ഛനൊരു ജോലി കൊടുക്കും. ഓക്കെ. അപ്പൊ നമുക്കൊരു കാര്യം, നമുക്ക് ഈ തിരക്കിനിടയിൽ വെച്ച് പാടുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമല്ല. എന്നാൽ പോലും ഡോക്ടർ ദിവ്യ സയ്യർ ഒരു ഗാനത്തിന്റെ ശകലം അല്ലേ? ഓക്കെ. അമ്മ അച്ഛനും ആസ്വദിച്ചോളൂ. ഓക്കെ. ഗാനം യൂത്ത് ഫെസ്റ്റിവൽ ഗാനം തന്നെ ആയിക്കോട്ടെ. എന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഒത്തിരി ഐറ്റം ഓരോ ഓർമ്മയില്ല. കഴിഞ്ഞ പ്രാവശ്യം പാടിയത് താങ്കൾ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. അതെ. കവിത ആയിക്കോട്ടെ.
അന്ന് രാവണപുത്രിയായിരുന്നു എന്റെ ഒരു പ്രധാന ഐറ്റം. യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങളുന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചൂരണാങ്കണം രക്തമൊഴുകിത്തളം കെട്ടി നിന്ന മൺ മെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ. ആ യുദ്ധഭൂവിൽ നിലം പതിച്ചു രാമസായകമേറ്റു തളർന്ന ലങ്കേശ്വരൻ. താങ്ക് യു മേയർ. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും സന്തോഷം. അമ്മ അച്ഛൻ ഓക്കെ സന്തോഷം. അപ്പൊ ഞാൻ മുന്നോട്ടൊക്കെ പോകുന്നത് എന്റെ ജോലിയായിട്ട്. ഓക്കെ നമുക്ക് പുല്ലൂർ വെച്ച് കാണാം. ആ തൂക്കോലൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ താങ്ക് യു. അപ്പോ ഡോക്ടർ ദിവ്യയുടെ രാവണപുത്രി എന്നുള്ള ഒരു ശകലമാണ് നിങ്ങൾ കണ്ടത്. അപ്പോ ഈ കലോത്സവത്തിലൊക്കെ പ്രതിഭയായിരുന്നു. ഓക്കെ അപ്പോ അത്യാവശ്യത്തിൽ കൂടുതൽ തിരക്കണം. തങ്ങളെ രാവിലെ ഞാൻ കണ്ടിരുന്നു. ഓക്കെ 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 ഇല്ല 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 എങ്ങനെ മറക്കും. ഓക്കെ അങ്ങനെയുള്ളൂ പ്രോട്ടോകോൾ പാലിക്കും. ഓക്കെ സന്തോഷം. ബൈ. അപ്പോ മകളെ എങ്ങനെയുണ്ട്? കലോത്സവമൊക്കെ നിങ്ങൾ ആഘോഷിക്കുന്നുണ്ടോ? എൻജോയ് ചെയ്തോ? എവിടുന്ന് വരികയാണ്? കിളിമാനൂർ. അപ്പൊ സ്ഥലം വിടുകയാണോ? എവിടെ മോളെ കലോത്സവം എൻജോയ് ചെയ്തോ? എങ്ങനെയുണ്ട്? നല്ല പരിപാടി ഗംഭീരമുണ്ട്. ഓക്കെ 24 കാണണം അല്ലേ? മോള് കാണുന്നില്ലയോ? ഓക്കെ 24 ഒക്കെ കാണുന്നുണ്ട്. അവർ കിളിമാനൂരുകാരാണ്. അപ്പൊ ഇവിടെ മോളെ എന്താ വിശേഷം? പ്രോഗ്രാം കണ്ടോ? അപ്പൊ നല്ല തിരക്കെന്ന് പറഞ്ഞാലും പോരാ. നമസ്കാരം. പരിചയമുണ്ടല്ലേ? എന്താ പേര് ഒന്നുകൂടെ പരിചയപ്പെടുത്തിയല്ലേ? കലോത്സവ കളരിയൊക്കെ കണ്ടോ? പിന്നെ ഇതുപോലെ പരിപാടി വേറെ ഉണ്ടോ കേരളം? ഓക്കെ ഓക്കെ ഗംഭീര പ്രോഗ്രാം അല്ലേ? ഓക്കെ സന്തോഷം. നിങ്ങളെല്ലാം റെഡിയാണല്ലേ? ഓക്കെ നിങ്ങൾ ഏത് സ്കൂളാ? കോഴിക്കോട് നടുള്ളൂർ GHS. തകർക്കോ? പൊളിക്കുവോ? തകർക്കോ? ഓക്കെ സന്തോഷം. അപ്പൊ നമുക്ക് 24 കേൾപ്പിച്ചു കൊടുത്താലോ? അപ്പൊ അടി തുടങ്ങിക്കോ. അടിച്ചു പൂക്കുറ്റിയാ വരുന്നത്. അയ്യോ അടിച്ച് തകർത്തോ. താങ്ക് യു. ഗംഭീരമായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് തകർക്കണം. ഓക്കെ താങ്ക് യു. എവിടുന്നാ? എടുത്തോളൂ. ലൈവില് സെൽഫി എല്ലാരും കാണുന്നുണ്ട്. താങ്കൾ സെൽഫി എടുക്കുന്നത്. കുട്ടികളെ വേഗം വരൂ. വേഗം എടുക്കും. സമയമില്ല. റെഡി. ഓക്കെ സെൽഫിയൊക്കെ ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു. എവിടുന്ന് വരുന്നു? ഓക്കെ കോഴിക്കോടോ? കലോത്സവത്തിന്റെ ടീച്ചറായിട്ട് വന്നാണോ? ഓക്കെ നിങ്ങളെല്ലാരും കോഴിക്കോടാണോ? എങ്ങനെയുണ്ട് കലോത്സവം? എൻജോയ് ചെയ്തോ? ലൈവ് ആടൂ. നിങ്ങളെന്താ ചെയ്യാൻ പോന്നെ? ഓക്കെ ഏത് സ്കൂളാ? തിരുവങ്ങാട് സ്കൂൾ. ഓക്കെ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ അല്ലേ? നിങ്ങള് എങ്കിൽ പിന്നെ തകർത്തോ, കുഴപ്പമില്ല. 32 വർഷമായി ദഫ് തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കുത്തകയാണ്. പണ്ട് 32 വർഷമായിട്ട് വേറെ ആരും 1ാം സ്ഥാനത്ത് എത്തിയിട്ടില്ല. കലോത്സവം തുടങ്ങിയ കാലം മുതൽ ഞങ്ങള് 1ാം സ്ഥാനത്തായിരുന്നു. ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ ഗ്രേഡ് ആയുണ്ടോ? ഗ്രേഡ് കൊണ്ട് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരു സംഘം ആൾക്കാരെ ഒപ്പിക്കണം ഒരു ചേഞ്ചിന് വേണ്ടി. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇനി അടുത്ത കൊല്ലം വേണം ചേഞ്ച് ആവാം. അപ്പൊ തുടങ്ങിക്കോ.
1 2 ആ താങ്ക് യു ഗംഭീരമായി ഏത് ഗ്രേഡാ കിട്ടിയേ അപ്പൊ ഇനി 31 കൊല്ലമായിട്ട് ആരുമില്ല അടുത്ത കൊല്ലം ആരെങ്കിലും 5 പേരെ ഉണ്ടാക്കണം ഓക്കെ താങ്ക് യു സൂപ്പർ സെൽഫിയാണ് എവിടുന്ന് വരുന്നു തന്നെ ഓക്കെ എൻജോയ് ചെയ്തല്ലേ അപ്പൊ നമുക്കിനി കുറച്ച് ദൂരേക്ക് പോകാൻ തോന്നുന്നു അപ്പൊ ഒരുപാട് ഇന്നിപ്പോ യഥാർത്ഥത്തില് ഒരുപാട് ജനങ്ങൾ ഉണ്ട് അപ്പൊ കലോത്സവം എങ്ങനെ കുഴപ്പമില്ല, വളരെ നന്നായിട്ടുണ്ട്. കാണുന്നുണ്ടല്ലേ? എവിടുന്നാ വരുന്നേ? ഞാൻ കൊല്ലം ചാത്തന്നൂർ. ചാത്തന്നൂരല്ലേ? ഇവിടെ കുറെ ഹായ്. ഓ ഏത് സ്കൂളാണ് നിങ്ങൾ? കഴിഞ്ഞോ? അടിച്ചു കണ്ണാ. ഓക്കെ, വീട്ടിൽ നിന്ന് എല്ലാരും കണ്ടു കാണി കൂലും വേണോ നോക്കിക്കോണോ? 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. റെഡി? ഓക്കെ, സന്തോഷം. നിങ്ങൾ എവിടുന്നാണ്? നമ്മള് കണ്ണൂർ. ഹലോ, എന്തൊരു മൈക്കേട്ടപ്പോ പേടിച്ചോടുന്നു. എൻജോയ് ചെയ്തോ കലോത്സവം? താങ്ക് യു. അപ്പൊ കലോത്സവത്തിന് വന്ന ആർക്കും നിരാശയില്ലെന്നുള്ളതാണ്. ഇതിനകത്ത് അത്യാവശ്യം കുഴികളൊക്കെ ഉണ്ട്, മറിഞ്ഞു വീണാലും അത്ഭുതമില്ല. ഓക്കെ, നിങ്ങൾ എവിടുന്നാ? എടോ ലൈവായിട്ട് സെൽഫി എടുക്കണോ? ഓക്കെ, എവിടെ നിങ്ങള്? എൻജോയ് ചെയ്യാൻ വന്നാണോ? ആസ്വദിച്ചോ? ഏതൊക്കെ വേദി പോയിരുന്നു? മോഹിനിയാട്ടമാണോ ഇഷ്ടം? ഡാൻസർ ആണോ? പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സന്തോഷം. എങ്ങനെയുണ്ട് കാര്യങ്ങള്? ഇതാര്? ഏത് സ്കൂളാണിത്? ഞാൻ കോഴിക്കോട് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ. പേരെന്താ? യുക്ത. തുടങ്ങിയാലോ? തുള്ളിക്കോ? ഓ, ഞാനും കുറച്ച് തുള്ളലുകാരനാ. എന്താ പേരെങ്ങനെ? പ്രവീൺ കുമാർ. ഓക്കെ, നിങ്ങൾ സ്കൂൾ ഏതാന്ന് പറഞ്ഞേ? മേമുണ്ട ഹയർ സെക്കൻഡറി. ഓക്കെ, അപ്പൊ തുടങ്ങിക്കോളൂ. സത്രാജിത്തൊരു മണിയും കൊണ്ടതി ശുദ്ധതയാ ഹരി മുന്നിൽ ചെന്നു. കൃഷ്ണനവറ്റിൽ തൃഷ്ണയുമുണ്ടായി, കൃഷ്ണനവറ്റിൽ തൃഷ്ണയുമുണ്ടായി, കൃഷ്ണനവറ്റിൽ തൃഷ്ണയുമുണ്ട്, കൃഷ്ണനവറ്റിൽ തൃഷ്ണയുമുണ്ടായി, കൃഷ്ണനവറ്റിൽ തൃഷ്ണയുമുണ്ടായി. സത്രാജിത്തു കൊടുത്തതുമില്ല, ചിരുതപ്പെണ്ണെ കരുതിക്കോ നീ, ചിരുതപ്പെണ്ണെ കരുതിക്കോ നീ, ശരദം നിന്നുടെ കോപ്പുകളെല്ലാം. കുമ്മിണിയമ്മേ നമ്മുടെ നാട്ടിൽ, കുമ്മിണിയമ്മേ നമ്മുടെ നാട്ടിൽ പൊന്മണി കെട്ടി നടപ്പാൻ മേല. യജമാനന്മാർ കട്ടുതുടർന്നാൽ, നമ്മുടെ യജമാനന്മാർ കട്ടുതുടർന്നാൽ, യജമാനന്മാർ കട്ടുതുടർന്നാൽ മറ്റു ജനത്തിനു മടിയുണ്ടാമോ? കലിയുഗമെന്നത് വന്നു മുഴുത്തു, കലിയുഗമെന്നത് വന്നു മുഴുത്തു, കപടമിതൊന്നേ കേൾപ്പാനുള്ളൂ. പങ്കജനയനൻ തങ്കലിവണ്ണം, പങ്കജനയനൻ തങ്കലിവണ്ണം, ശങ്ക പലർക്കും അതുണ്ടായി വന്നു. എന്തിഹ നമ്മെ ശങ്കിപ്പാനൊരു, എന്തിഹ നമ്മെ ശങ്കിപ്പാനൊരു, എന്തിഹ നമ്മെ ശങ്കിപ്പാനൊരു, ബന്ധമിതെന്നൊരു ചെയ്യുന്നേരം. ഓക്കെ, താങ്ക് യു. എങ്ങനെയാ റിസൾട്ട്? എങ്ങനെയായിരുന്നു?
റിസൾട്ട് വന്നിട്ടില്ല, എ ഗ്രേഡ് ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ എ ഗ്രേഡ് ആകട്ടെ. ഓക്കെ, സന്തോഷം. അപ്പൊ മോളെ എന്താ പേരെന്താ? മത്സരമൊക്കെ കണ്ടോ? മോക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, മോളുടെ പേരെന്താ? നിങ്ങൾ ആസ്വദിച്ചോ? എങ്ങനെയുണ്ട് മത്സരമൊക്കെ? എങ്ങനെ പോന്നു? എവിടുന്നാ വരുന്നത്? ഫാമിലി ആയിട്ട്? സാറിന് അറിയാം, ജയൻ ഓക്കെ. ഓ, ഗ്രേറ്റ്. ഓക്കെ. നിങ്ങൾക്കൊക്കെ മത്സരം ഇഷ്ടപ്പെട്ടോ? എൻജോയ് ചെയ്യാൻ പറ്റിയോ? അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ മത്സരം പൊടി പിടിക്കുകയാണ്. പ്രധാനപ്പെട്ട വേദിക്ക് അരികിലാണ് ഞാനുള്ളത്. ഓ, നമസ്കാരം. സുഖമാണല്ലോ? സുഖമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏതായിട്ടോ? മാർഗം കളി. അപ്പൊ നിങ്ങളുടെ ഗ്രേഡ് വന്നോ? റിസൾട്ട് ഏതാ? എ ഗ്രേഡ്. ഏത് സ്കൂളായത്? പട്ടം ഗേൾസ്. ഓക്കെ, അപ്പൊ തുടങ്ങിയാലോ? ഓക്കെ, 1 2 3. Yes. എന്നെ നീ കാത്തല്ലോ ഏറ്റങ്ങാലേശാതെ തേടെ എന്നതും പാഴായി ചേകുന്നു ദൈവമേ തേടി നാണമില്ലാതുള്ള നായനുണ്ടാടിച്ചു തേടി നാളിലെ കോളിലെ നന്നായി തൊള്ളിലെ തേടി നാടെല്ലാം കാടല്ലോ നായനെ എന്നെ തേടി നന്നായി കൈവിട്ടോ നാടിന്റെ താഴത്ത് തേടി മണ്ണിലെ മണ്ണു പോൽ മാറ്റമില്ലെങ്ങും തേടി മറ്റെല്ലാ നാടോടെ മാർഗങ്ങൾ എന്നില്ല തേടി മറ്റെല്ലാ നാട്ടിലും മാറണേ ഈരണ്ട് തേടി മാറ്റവൻ കൂറ്റനായി മാറൊഴി താകുർക്കു തേടത്താത് മൃതത്തെ എന്നിവയെല്ലാം കണ്ണുനീരാലെ തോമയുണർത്തിച്ച നേരം തേരെ എങ്ങും വിളങ്ങുന്ന നായൻ മിശിഹ പേർത്തരുൾ ചെയ്യുവാൻ തുടങ്ങി തേരെ നീ ഒരുവൻ താൻ എന്നൊരു ചിന്ത ഉള്ളിൽ നിനക്കഴൽ വേണ്ട തേരെ നിന്നോട് കൂടെ ഞാനുണ്ട് കൂട്ട് നീ പോകുന്നാടതിലെല്ലാം തേരെ മനുഷ്യരെല്ലാ ഹിന്ദുവിലെന്ന് പടിൽ നിനക്കഴൽ വേണ്ട തേരെ മനുഷ്യരെല്ലാ ജാതികളും പിന്നെ മൽപ്പയും ജന്തുക്കളല്ലോ തേരെ. ഗംഭീരായിട്ട് കളിച്ചു. ക്ഷണിച്ചോ? ഓക്കെ, എങ്ങനെയുണ്ട്? ഗ്രേഡ് ഏതാ? എ ഗ്രേഡ്. ഓക്കെ, നന്നായി. സ്കൂൾ ഏതാ? പട്ടം ഗേൾസ്. നിങ്ങൾ സ്ഥിരം നിങ്ങൾ വേറെ ആർക്കെങ്കിലും അവസരം കൊടുത്തോ? ചാൻസ് കൊടുത്തിട്ടുണ്ടോ ആർക്കെങ്കിലും? ഇല്ല, ചാൻസ് ആർക്കും കൊടുത്തിട്ടില്ല. നിങ്ങൾ തന്നെ എല്ലാ തവണയും നിങ്ങൾ തന്നെയാണല്ലേ? അല്ല, ഒരു ചേഞ്ചിന് വേണ്ടി ആർക്കെങ്കിലും അവസരം കൊടുത്തോ? പിന്നീട് എത്ര കൊല്ലമായിട്ട് നിങ്ങൾ ഈ രംഗത്തുണ്ട്? ആദ്യമായിട്ടാണോ? അയ്യോ, ഞാൻ വിചാരിച്ചു 10-15 കൊല്ലം. അല്ലോ, അങ്ങനെയല്ലേ ഞാൻ വിചാരിച്ചു. ജനങ്ങളെല്ലാം അങ്ങനെ വിശ്വസിക്കുകയും ചെയ്തു. അപ്പൊ കുട്ടികളെ, മക്കളെ, ഗംഭീരമായി. താങ്ക് യു. ഞാൻ ഈ അടുത്ത സ്ഥലത്തേക്ക്. ഓക്കെ. അപ്പൊ നമുക്ക് PCR എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഒന്നും എനിക്ക് വ്യക്തമായിട്ട്. അപ്പൊ നമുക്ക് ഒരുപാട് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ ഇത് പ്രധാന വേദിക്ക് അരികിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഓക്കെ ചേട്ടാ, റെഡി. ഓക്കെ, പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. അനന്തകലാപുരി ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ 63ാമത് സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നു. ഇപ്പോൾ പ്രധാന വേദിക്ക് അരികിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വലിയ ജനക്കൂട്ടം ഇന്ന് ഇവിടെയുണ്ട്. മോളെ ഏതിനാ മത്സരിച്ചത്? ഞാൻ നാടോടി നൃത്തം. എങ്ങനെയായിരുന്നു? പ്രൈസ് കിട്ടിയോ? കിട്ടി. എ ഗ്രേഡ് കിട്ടി. എന്താ മോളുടെ പേര്? അവന്തിക. കൺഗ്രാജുലേഷൻസ്. അവന്തികയുടെ സ്കൂൾ ഏതാ? SNGHSS കാരമുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആൾക്കാർ അതിന്റെ ഒരു സ്വല്പം ഭാഗം നമുക്ക് പ്രേക്ഷകരെ ഇത് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ലൈവാണ്, സൂക്ഷിച്ചോളൂ. ഓക്കെ, റെഡി. ഓക്കെ, അപ്ലൈ ചെയ്തോളൂ. കേൾക്കുന്നില്ല മോളെ, കേൾക്കുന്നില്ല. ഇപ്പൊ കേൾപ്പിക്കാം. ശരി, ലെവല് കൂട്ടിക്കൊടു. ഒരു ചെറിയ പ്രാക്ടിക്കൽ ടെക്നിക്കൽ പ്രോബ്ലം പ്രിയപ്പെട്ടവരെ. കേൾക്കുന്നുണ്ടോ? മോള് കളിച്ചോ.
ഓക്കെ 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 മോളെ, താങ്ക് യു മോളെ. നമ്മുടെ ഓടിയൊന്നും അങ്ങനെ കാര്യമായിട്ട് കേട്ടില്ല, പക്ഷേ ഡാൻസ് ഗംഭീരമായി. ഓക്കെ, എല്ലാരും ഒന്ന് കൈയടിച്ചു കൊടുത്തേ മോൾക്ക്. ഓക്കെ, താങ്ക് യു, കൺഗ്രാജുലേഷൻ. അപ്പൊ കാണാം. ഓ പിന്നെന്താ, തീർച്ചയായിട്ടും. മതി മോളെ. ഓക്കെ, മിടുക്കി. അപ്പൊ മോളുടെ റെഡി. ഓക്കെ, താങ്ക് യു. അപ്പൊ എങ്ങനെ മോളെ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? കലോത്സവം അടിപൊളിയാ. കലോത്സവം കണ്ടോ? നിങ്ങൾ എവിടുന്നാ വരുന്നേ? കണ്ണൂര്. നിങ്ങള് ഓക്കെ. ഓ ശരി. ഓക്കെ, അപ്പം കലോത്സവം കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ഇവരോടൊന്ന് ചോദിക്കാം. എങ്ങനെയുണ്ട് കലോത്സവം? കലക്കെ തന്നെ. ഏതൊക്കെ ഐറ്റം കണ്ടായിരുന്നു? നമ്മള് കുട്ടികളുടെ മറ്റേ വയനാട് നൃത്തം കണ്ടു. കണ്ടിട്ട് ഇവിടെ വന്നു. വെള്ളാറമല സ്കൂളിന്റെ കുട്ടികളെ കണ്ടോ? എല്ലാം കണ്ടു. ഓക്കെ, എങ്ങനെയാണ് കാര്യങ്ങൾ? ടാഗോർ തിയേറ്ററിലായിരുന്നു ഇത്രയും നേരം. നാടകം കണ്ടു. നാടകങ്ങളൊക്കെ എങ്ങനെ? പുതിയ നാടകത്തിന്റെ പുതിയ മാറ്റമൊക്കെ എങ്ങനെ? നാടകം പുതിയ തലമുറയുടെ നാടകം, കോഴിക്കോടിന്റെ നാടകം ഉണ്ടായിരുന്നു. അത് ഗംഭീരമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് പ്രൈസ് കിട്ടിയോ? പ്രൈസ് റിസൾട്ട് വന്നില്ല. അതിന് മുമ്പ് ഇറങ്ങി ചാടിയോ? ഇവിടെ ഞങ്ങളുടെ മോഹിനിയാട്ടം നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടെ ഒന്നിച്ച് കാണുന്നത് വലിയ പാടല്ലേ? അതെ. മോളെ. ഞാൻ ഓട്ടംതുള്ളലാണ് അവതരിപ്പിച്ചത്. ഓട്ടംതുള്ള ഇപ്പൊ അവതരിപ്പിച്ചല്ലേ? ഓ, മോള് വേഷം മാറിയപ്പോ മനസ്സിലായില്ല. അതെ, മൂന്നാമത്തെ തവണ സ്റ്റേറ്റ് തന്നത്. ഓക്കെ, സന്തോഷം. താങ്ക് യു. ഞങ്ങള് ഒരു വിജയമാത്ര മൂന്നാമത്തെ വർഷമാണ് സ്റ്റേറ്റ് പങ്കെടുക്കുന്ന മക്കളെ കൊണ്ട്. ഓക്കെ, വളരെ സന്തോഷം. താങ്ക് യു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് 10 പേര് കാലം തട്ടി കഴിഞ്ഞാൽ 4-5 പേര് പ്രതികളെ. ഓക്കെ മോളെ. ഹലോ, കേരള മോളെ. ഏത് കൂടാ? ഓക്കെ. ഓക്കെ, താങ്ക് യു. സൂപ്പറായി. ഏത് സ്കൂളാ നിങ്ങള്? കിടങ്ങൂര്, കോട്ടയം. ഏത് സ്കൂളിന്റെ മുഴുവൻ പേരെന്താ? റിസൾട്ട് അറിഞ്ഞോ? എന്തായി? സന്തോഷായില്ലേ? ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ഐറ്റം ഉണ്ടോ സ്കൂളിന്? ഇനി വരാൻ പോന്നേ ഉള്ളൂ. നമ്മൾ തകർക്കുന്ന സ്കൂളല്ലേ? ഓക്കെ, സന്തോഷം. നിങ്ങൾ ആദ്യമായിട്ടാണോ സമ്മാനം കിട്ടുന്നത്? എങ്ങനെയുണ്ട്? അടിപൊളി, തകർത്തു അല്ലേ? അപ്പൊ നിങ്ങളുടെ ഗംഭീരമായി, പ്രകടനം ഗംഭീരമായി. ഓക്കെ, താങ്ക് യു. നമുക്കിനി കാണാം. ഓക്കെ, റെഡി. അപ്പോ ഇതാണ് ഇവിടുത്തെ. അപ്പൊ എങ്ങനെയുണ്ട് കാര്യങ്ങള്? മത്സരമൊക്കെ കണ്ടോ? മത്സരം എങ്ങനെയുണ്ട്? എവിടുന്ന് വരുന്നു? എവിടെ? കോട്ടയം അല്ലേ? എല്ലാരും കോട്ടയക്കാരാണോ? അപ്പൊ നിങ്ങൾ അധ്യാപകരാണോ? പേരൻസ് ആണ്. ഓക്കെ. എവിടെ? തിരുവനന്തപുരം. നെടുമങ്ങാട്. ഓക്കെ, ഗംഭീരമായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? കലോത്സവം ആസ്വദിച്ചോ? ഓക്കെ. ഫോട്ടോ എടുക്കണം. ഓക്കെ, അത് ശരി. അപ്പൊ അത് എടുത്തോളൂ. റെഡി. ഇത് ലൈവായിട്ടുള്ള ഫോട്ടോയാ കേട്ടോ. ഇത് ഓക്കെ, ലൈവായിട്ടുള്ള ഫോട്ടോയാ. റെഡി. കാണാറുണ്ട് പരിപാടിയൊക്കെ? എങ്ങനെ 24-ലെ കാണുന്നുണ്ടല്ലേ? അത് എന്നെ കണ്ടപ്പോ സന്തോഷിപ്പിക്കാൻ പറഞ്ഞാണ്. ഓക്കെ. അപ്പൊ നിങ്ങള്
ഏത് സ്കൂളാ? പെർളശ്ശേരി ഓക്കെ. അപ്പൊ എന്താ അവതരിപ്പിക്കാൻ പോന്നേ? സംഘാടനം സംഘഗാനോ? ഓക്കെ. അപ്പൊ എന്തായി, റിസൾട്ട് എന്തായി? എല്ലാം കിട്ടിയോ? ആദ്യമായിട്ടാണോ? ഓക്കെ, രണ്ടാമത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ? തകർക്കുവോ? പൊളിക്കോ? ഇനി പൊളിക്കേ. ആ മൈക്ക് പാടുന്നാരാ? നിങ്ങളുടെ ആരും ഒരാൾ പിടിച്ചോളൂ. അപ്പൊ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അടുപ്പിച്ച് പിടിച്ചോ മോളെ. വരമായി വരൂ നീ വാരിവില്ലഴകേ, ഭൂവിതിൽ വരമായി വരൂ നീ വാരിവില്ലഴകേ, ഹൃദയങ്ങളിൽ സ്നേഹമാരിയാൽ നീ പെയ്തിറങ്ങുമോ വർഷമേ ഈ മണ്ണിലേക്കു ജീവനായി. സാനി സദനി സാനി ധനി ദാദ സരി ഗമ പദനി സരി ഗരി സനീദ നിധനി പദമപ നിധനി പദമപ പദനി സരി ഗരി പദനി സരി ഗരി മ പദനി സരി സനി പദനി സനി ഗമ പദനി സരി ഗരി ഗമ ഗമ പമ പദ പദനി ധനി സ. ഹൃദയങ്ങളിൽ സ്നേഹമാരിയാൽ നീ പെയ്തിറങ്ങുമോ വർഷമേ ഈ മണ്ണിലേക്കു ജീവനായി. ഗംഗേ ജമുനെ ശൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലയസ്മിൻ സന്നിധിം കുരു. താങ്ക് യു. ഗംഭീരായി മക്കളെ, ഗംഭീരായി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ പാട്ട്? എനിക്ക് സംശയം നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ. ഓക്കെ അല്ലേ? നമുക്ക് പിന്നെ കാണാം. ഓക്കെ. അത്യാവശ്യം ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം എങ്ങനെയുണ്ട്? ഭക്ഷണം സൂപ്പർ ആണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ ഭക്ഷണം? മോൾക്ക് എന്താ ഇഷ്ടപ്പെട്ടെ? ചോറ് സാമ്പാറും. സാമ്പാറോ? മോള് ഒരു സാമ്പാർ കൂടി എത്തിയായോ? ഓക്കെ. ആണ് സാമ്പാറിനാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, നിങ്ങൾ എന്തോ ഒരു പ്രോബ്ലം ഉള്ളപോലെ തോന്നി. ഇല്ല, ഭയങ്കര സന്തോഷമല്ലേ സാറേ? സന്തോഷം. 24-ന്റെ സ്വന്തം ആൾക്കാരാ. നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. അതന്നെ പറഞ്ഞേ, സാറിന് മുമ്പേ അറിയുന്നല്ലേ. അത് നല്ല കാര്യം. നിങ്ങൾ 24 കാണാറുണ്ടല്ലേ? അതോ? എനിക്കൊപ്പം കോപ്പി കുടിക്കുന്നേ. ഓക്കെ. ചായ കുടിക്കണം. ഓക്കെ, റെഡി. അപ്പൊ നാളെ നമ്മള് രാവിലെ ചായ കുടിക്കണേ. ഓക്കെ. സൂപ്പറാണ്. ഓക്കെ, സന്തോഷം. മക്കളെ സുഖല്ലേ? എന്താ പേര്? മോളുടെ പേരോ? മോളുടെ പേരെന്തുവാ? എവിടെ വീട്? പേരൂർക്കട. 24 ഒക്കെ കാണുന്നുണ്ടോ? അപ്പൊ തന്നെ ഓഫ് ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പൊ 24 കണ്ട ഉടനെ ഓഫ് ചെയ്യും എന്നുള്ള ഒരു ടെൻഷൻ വേണ്ടെന്നുള്ളതാണ്. ഓക്കെ. മക്കളെ എന്താ മക്കളെ? എന്തുപറ്റി? വയനാടുകാരാണോ? ഓ, നിങ്ങൾ വയനാട്ടിലെവിടെ? നമ്മളവിടെ വന്നിട്ട് കണ്ടില്ലല്ലോ നിങ്ങളെ. ചൂരൽമല മുണ്ടക്കൈ. ഓക്കെ. നമ്മളവിടെ വന്നിരുന്നു, 2 തവണ വന്നു. നിങ്ങളെവിടെ കണ്ടില്ല, കഷ്ടമായി പോയി. ഓക്കെ, റെഡി. മക്കളെ മത്സരം കഴിഞ്ഞോ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? അപ്പൊ നമുക്കൊന്ന് താർത്താലോ? ഒന്നുള്ള പ്രേക്ഷകർ കാണട്ടെ. ഒന്ന് ഓക്കെ. നിങ്ങൾ സ്ഥലം വിട്ടോ? ആയിക്കോട്ടെ. വേഗം. ഇത് ലൈവായിട്ട് ആളില് കണ്ടോണ്ടിരിക്കുകയാണ്. സമയം പോക്കരുത് കേട്ടോ. ചേട്ടാ ഇല്ല, കോലില്ല. ഓക്കെ, കുഴപ്പമില്ല മോനെ, കുഴപ്പമില്ല. കോലില്ലെങ്കിൽ പിന്നെ എങ്ങനെ കൊട്ടും? അത് എന്റെ നമസ്കാരം. എന്താ പേര്? വിനോദ് കുമാർ. കോലില്ലെങ്കിൽ കൊട്ടാൻ പറഞ്ഞിട്ട്. മോള് ഫോക്ക് ഡാൻസിലാ? മോള് കളിച്ചു കഴിഞ്ഞോ? A grade കിട്ടി. കൺഗ്രാജുലേഷൻ. സ്കൂൾ ഏതാ? കോല് കിട്ടിയോ? കുറച്ച് കോലിന് ഭയങ്കര ക്ഷാമമായിരുന്നു കേട്ടോ. കോലില്ലാത്ത കാരണം മുണ്ടക്കൈ ചൂരൽമല അവർക്ക് കോലില്ലാത്ത കാരണം കളിക്കാൻ പറ്റില്ല. അപ്പൊ അതാണ്, നിങ്ങൾക്കറിയാമല്ലോ, മുണ്ടക്കൈ ചൂരൽമല അവരൊരു അധിനിവേശത്തിന്റെ ഗാഥയുമായിട്ടാണ് ഈ മത്സരവേദിയിൽ എത്തുന്നത്. ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ചെങ്കിലും അവരൊക്കെ വലിയ സന്തോഷമില്ല. വെള്ളാർമല സ്കൂളിലെ കുട്ടികളൊക്കെ തന്നെ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ തുടങ്ങിയാലോ? റെഡി മോളെ, റെഡി. ഇനിയിപ്പോ നോക്കണ്ട കേട്ടോ. തകർത്തോളൂ കുട്ടാ, തകർത്തോ. ഓക്കെ, വാ. ഓക്കെ, റെഡി. നിനക്ക് ചെണ്ടക്കോല് കിട്ടാത്തോണ്ട് ഞാൻ എന്തൊരു ടെൻഷനായെന്നറിയോ?
ഞാൻ വിചാരിച്ചു നീ ഇപ്പോ ചെണ്ടക്കോല് കൊണ്ടുള്ള റെഡിയാക്കുന്നു. ഓക്കെ, റെഡി റെഡി റെഡി. ഓക്കെ, 1 2 3. ശബ്ദം കുറച്ചോളൂ. നമുക്കിവിടെ വേദിക്ക് വളരെ അടുത്തായതുകൊണ്ട് വേദിയിൽ മത്സരം നടക്കുകയാണ്, നിങ്ങൾക്കറിയാലോ, അവർക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് നമ്മള്. ഓക്കെ, താങ്ക് യു, കൺഗ്രാജുലേഷൻസ്. എ ഗ്രേഡ് കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് ഇനി ഇങ്ങോട്ട് പോവാം. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? ഗംഭീരമായിരുന്നു. കലോത്സവം ഗംഭീരമായി തന്നെ നടക്കും. ഓക്കെ, ഓക്കെ. എന്താ പേര്? എന്താ നിങ്ങളുടെ വീട് എവിടെയാ? വയനാട്ടിലെ കണിയാൻ. ഓക്കെ, സന്തോഷം. ഓക്കെ, താങ്ക് യു താങ്ക് യു. എങ്ങനെയുണ്ട് കളിങ്ങളൊക്കെ? ഓർമ്മകളാണ് യൂത്ത് ഫെസ്റ്റിവൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ആണോ? സൂപ്പർ ആയിരിക്കും. സൂപ്പർ ആയിരുന്നു അല്ലേ? അപ്പോ യൂത്ത് ഫെസ്റ്റിവൽ TV കാണാതെ നേരിട്ട് തന്നെ കാണാനായിട്ട് ഇറങ്ങിയതാ? അതെ, തീർച്ചയായിട്ടും. നിർമ്മലാഭവനിലും ഓൾ സയൻസിലും ഒക്കെ പഠിക്കുമ്പോൾ ഉള്ള ഓർമ്മകളാണ്. നേരിട്ട് കണ്ടപ്പോ ഒരു ഫീൽ എങ്ങനെയാ? അതെ, നല്ല സൂപ്പറാണോ? ഏത് വേദിയിലാ ഏറ്റവും നല്ല മത്സരം പോരാട്ടം നടക്കുന്നത്? എല്ലാ വേദിയിലും പോയോ? ഈ വേദി ഒന്നില്ല അല്ലേ? നിർമ്മലാഭവനിൽ ഓട്ടംതുള്ളൽ കണ്ടു. ഇവിടെ ഇപ്പൊ വന്ന് മോഹിനിയാട്ടം, ഡഫ്മുട്ട്, VJT ഹാളില് എല്ലായിടും ഓടി നടക്കുക. അപ്പൊ കാലേ 2 വീലും ഫിറ്റ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ? അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, സന്തോഷം. എല്ലായിടും പോകുന്നുണ്ടോ? എല്ലായിടത്തും പോകുന്നുണ്ട്. ഒരു 5 രൂപയുടെ കപ്പലണ്ടി വാങ്ങിച്ച് ഇറങ്ങിയാൽ മതിയല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോ പ്രിയപ്പെട്ടവർക്ക് അറിയുന്ന പോലെ എല്ലാ വേദികളിലും കടുത്ത പോരാട്ടവും മത്സരവും നടക്കുകയാണ്. എന്തൊക്കെയാ വിശേഷങ്ങള്? എവിടെയാ? ആറ്റിങ്ങൽ. ഇതിനായിട്ട് വന്നല്ലേ? ഓക്കെ, എല്ലാം തിരുവനന്തപുരത്തുകാരാ അല്ലേ? ദൂരെന്നൊക്കെ. പിന്നെ തകർത്തോളം നിങ്ങൾ ഒന്നും നോക്കാനില്ല ഇനി എല്ലാം. ഓക്കെ, അപ്പോ തിരുവനന്തപുരത്തുകാരൊക്കെ തന്നെ ഒരു എനിക്ക് തോന്നുന്നു ഒരു വലിയ പരിധിവരെ ഈ മത്സരവേദിയിൽ തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മത്സരവേദിയിൽ നിന്ന് നല്ല ആൾക്കൂട്ടമുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ചുകൂടെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം പവലിയനാണ്. വിവിധ TV ചാനലുകളുടെ പവലിയനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഒരുപാട് 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 പവലിയനുകളും ആകെ ഇവിടെ ഒരു ആഘോഷ തെറുപ്പിലാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആളുകളൊക്കെ കാണാം. എങ്ങനെയുണ്ട് മത്സരമൊക്കെ? എങ്ങനെയുണ്ട്? ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. അതോ, പൊളിക്കുവോ? പൊളിക്കും. ഓക്കെ, കുറെ നേരമായിട്ട് കാണാൻ ഇറങ്ങിയോ? രാവിലെ ഇപ്പൊ പോവും? നീ പോകുന്നില്ലേ? ഇത് ആര്? സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഓക്കെ, സന്തോഷം. ഓക്കെ, പിന്നെ അല്ല തകർക്ക്. മത്സരമൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ, ഗംഭീരം. എനിക്ക് മനസ്സിലായി ഉത്സാഹ പറ്റിയാന്നുള്ളത്. സംഘാടകരാണ്. ഓക്കെ, മത്സരമൊക്കെ തകർക്കോ? അപ്പോ താരം സാറാണ്. ഞാനാണോ? ഇവിടെ ആയിരക്കണക്കിന് താരങ്ങൾ വന്ന് ഇറങ്ങിയിരിക്കുക. അതിനിടെ നമ്മൾ വെറും അശു. ഓക്കെ, ഡിജിറ്റൽ സോമനർ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സിനിമ തന്നെ പ്രകാശിപ്പിക്കണോ? ഓക്കെ ഓക്കെ. അപ്പൊ പ്രകാശിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, റെഡി. കലോത്സവത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ്, 63 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ഒരു സോവനിയർ ഒരുങ്ങുന്നത്. പ്രിന്റഡ് സോവനിയറിന് പുറമെ
സോഷ്യൽ മീഡിയയിൽ കുട്ടികളുടെ ടേസ്റ്റിനനുസരിച്ച് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും തത്സമയം നല്ല റീലുകൾ കാണാനുള്ള ഒരു പുതിയ സംരംഭമാണ്. എന്തായാലും നന്നായി, ഗംഭീരായി. താങ്ക് യു. 25 വേദിയിലും നടക്കുന്ന പ്രോഗ്രാംസ് കൃത്യമായിട്ട് ഇതിലൂടെ ഒപ്പിയെടുത്ത് റീൽസ് ആയിട്ട് ഇത് പ്രകാശനം ചെയ്യാൻ ഏറ്റവും ആപ്റ്റായ മനുഷ്യൻ ശ്രീകണ്ഠൻ. ഞാൻ പ്രകാശിപ്പിച്ചു. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ അത് മോളെ താങ്ക് യു. ഓക്കെ, എന്താ മോളെ സുഖമായിരിക്കുന്നോ? ബ്രഹ്മാരട്ടോ? കാണും അല്ലേ? ഓക്കെ, നിങ്ങൾ 24 മടുത്തോ? എന്റെ അമ്മോ, അങ്ങനെയുണ്ടോ? ഓക്കെ, മന്ത്രി ശിവൻകുട്ടി ഇതുവരെല്ലാം കേട്ട എന്റെ കാര്യം പോക്കാ കേട്ടോ. ആണല്ലേ? അപ്പൊ എന്റെ സംസാരം കൊണ്ട് കുളമായ പാചകം ഏതാ? ഏതെങ്കിലും കറി പ്രശ്നമായോ? ഇല്ല. ഓക്കെ, അപ്പൊ രാവിലെ ആൾക്കാർ ഈ മോർണിംഗ് ഷോ കണ്ടുകൊണ്ട് പാചകം ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ ചിലപ്പോ ചില പാചകത്തിനിടയിൽ ടെലിവിഷൻ കണ്ടോണ്ടിരുന്ന കുഴപ്പമുണ്ടാവും. അതങ്ങ് വിടുക. അല്ല, അത് ഞാൻ ചോദിച്ചാ, പക്ഷെ അവര് പറയത്തില്ല. അപ്പൊ എന്താ മക്കളെ വിശേഷം? ഏത് സ്കൂളിൽ നിന്നാ നിങ്ങള്? ഓക്കെ, കളിച്ചു കഴിഞ്ഞോ? ഏത് ഐറ്റം? ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? റിസൾട്ട് വന്നോ? റിസൾട്ട് വന്നില്ലേ? അതെന്ത് പറ്റി? ഇപ്പൊ വരുമായിരിക്കും അല്ലേ? വരുമ്പോ എന്നോടൊന്ന് പറയണം. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും കേട്ടോ, ഉറപ്പാ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കുറച്ചു നേരമായിട്ട് പ്രേക്ഷകരെ ഈ കലോത്സവ വേദിയിൽ നടക്കാൻ യഥാർത്ഥത്തിൽ ഒരു വലിയ അനുഭവം തന്നെയാണ് കേട്ടോ. കാരണം കുറെ വേദികളിൽ കടുത്ത മത്സരം, വിദ്യാർത്ഥികളുടെ പോരാട്ടമൊക്കെ കാര്യമായിട്ട് നടക്കുകയാണ്. പിന്നെ ആകെ കൂടെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ ഇതൊരു ഉത്സവമാണെന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ ഈ ഓണക്കാലത്താണ് ഈ അനന്തപുരി ഇങ്ങനെ ഇളകി മറിയുന്നത്. അതിനുശേഷം ഇത്രയും കൂടുതൽ ആളുകളെ ആകർഷിച്ചുകൊണ്ട് ഈ കലോത്സവ വേദികളിൽ ജനക്കൂട്ടം ഇങ്ങനെ പ്രവാഹമാണ് ഒഴുകിക്കൊണ്ടിരിക്കുക. ആ ഒഴുക്കിനിടയിൽ നമുക്കൊരു ചെറിയ ബ്രേക്ക്. എല്ലാരും ഒന്ന് കൈയടിച്ചു കൊടുത്തേ. തകർത്ത്. നിങ്ങളെ സ്കൂളാ? പ്രൊവിഡൻസ് കോഴിക്കോട്. അപ്പൊ എങ്ങനെയായിരുന്നു റിസൾട്ട്? എങ്ങനെയായിരുന്നു? തകർത്തോ? ഉണ്ടോ മത്സരത്തിന്? കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് വിട്ടുകൊടുത്തിട്ടില്ലേ ആർക്കും? ഈ വർഷം നമുക്ക് എ ഗ്രേഡ് ഏതെങ്കിലും മത്സരത്തിനുണ്ടോ നിങ്ങള്? ഇരുത്തം വന്നതിലെ സംഗീത സംവിധായകരുടെ കൂട്ടമുണ്ട്. ഓക്കെ, കാലൊക്കെ എങ്ങോട്ടാ, കൈയൊക്കെ എങ്ങനെയാ പോകുന്നതെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. നമ്മുടെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9th. അപ്പോൾ എന്തായാലും ഗംഭീരമായി. ഇത്രയും ആൾക്കാർ വീണ്ടും കണ്ടു അല്ലേ? അപ്പോൾ ലോകത്തെമ്പാടും ഇരിക്കുന്ന ആൾക്കാരും കണ്ടു 24-ലൂടെ. കണ്ടായിരുന്നോ? വീട്ടിൽ നിന്ന് എല്ലാവരും ഇപ്പൊ കണ്ടിട്ടുണ്ടാവും, അവർ ആസ്വദിച്ചിട്ടുണ്ടാവും.
എല്ലാരും ഇവിടെ ഉണ്ടോ? വീട് മൊത്തം ഇളകി വന്നോ? അപ്പൊ ഇവരുടെ വീട്ടുകാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വേദിയിൽ ഹാജരാകണം. സിസ്റ്ററെ ഓക്കെ. പേരെന്താ? ഞാൻ സിസ്റ്റർ മിനിഷ. നല്ല നല്ല ഈ പ്രതിഭകളാ കുട്ടികൾ കേട്ടോ. നന്നായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ചേട്ടാ എന്താ ചേട്ടാ വിശേഷം? ഓക്കെ. ചേട്ടാ നമ്മുടെ കലവറ പോയോ? ഭക്ഷണം എങ്ങനെയുണ്ട്? ചേട്ടൻ കണ്ടപ്പോ അത് ചോദിക്കാനാ എനിക്ക് തോന്നുന്നത്. നല്ല ഭക്ഷണമായിരുന്നു. ചേട്ടൻ വരുന്നത് പ്രമാണിച്ച് നമ്മുടെ പഴയടം തിരുമേനി സ്ഥലം വിട്ടോ? തിരുമേനി ഇല്ലാലും ഇപ്രാവശ്യം പഴയടാണ്. അയ്യോ വിട്ടുകളരുത് അങ്ങനെ. ശരി ഓക്കെ, സന്തോഷം. അപ്പൊ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടുല്ലേ? മോളുടെ പേരെന്താ? അനന. ഇഷ്ടപ്പെട്ടു. കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കരക്കാരാണോ? വഴിയടക്കാൻ പറ്റില്ലെന്നോ? അടുത്ത നെയ്ബറാണ്. ഹാഷ്മി വിജയകുമാറിന്റെ വലം കൈ ഇടം കൈ. അവര് ഹാഷ്മി വിജയകുമാർ എവിടെയാണ് പ്രജിൻ? അവര് മറ്റന്നാളെത്തും. അവര് ഹാഷ്മി മറ്റന്നാളെത്തും. മറ്റന്നാൾ ഹാഷ്മി വിജയകുമാർ ഒരു ഗുഡ്സ് ട്രെയിൻ പിടിച്ചുകൊണ്ട് വരായിരിക്കും. അതെ റെഡിയാ അവർ റെഡിയാ. അവരിപ്പോ വരും കേട്ടോ. ഓക്കെ. നമ്മുടെ രണ്ടാം ലെയറിലുണ്ട് കുട്ടികൾ. രണ്ടാം ലെയറിൽ കുട്ടികളുണ്ട്. അപ്പൊ നിങ്ങളെ ചോദിച്ചില്ലല്ലോ ഞാൻ. പേരെന്താ പേര്? ആമിന തൂബ. ഓക്കെ മകളെ, ഇതിന്റെ കൂടെ ഞാൻ പോട്ടോ, അല്ലെ ഇവരെ കാണത്തില്ല. ഓക്കെ, ഗംഭീരമായി കേട്ടോ പ്രകടനം. സൂപ്പറായി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഗംഭീരമായി കേട്ടോ. കൺഗ്രാജുലേഷൻസ്. നിങ്ങളെല്ലാവരും ഇവർക്ക് വേണ്ടി ഒരു കൈയടിച്ചു കൊടുക്കൂ. ഓ നല്ലതുപോലെ ഒന്ന് കൂവന്നേ. ഒന്നുകൂടെ. റെഡി നന്നായിട്ട് കൂവലിൽ നിങ്ങൾക്ക് നല്ലൊരു ഭാവി. ഓക്കെ റെഡി. ഇവർക്കാണോ? ഓക്കെ. അപ്പോൾ ഒരു ഗിഫ്റ്റാണ് നിങ്ങൾക്ക്. മിൽമ അറിയാലോ, രാവിലെ നമ്മൾ ചായ കുടിക്കുന്നവരല്ലേ. അപ്പോൾ ആരാ വാങ്ങിക്കുന്നത്? ഓക്കെ. ഓ സന്തോഷം. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അതാരാ വാങ്ങിക്കുന്നത്? എല്ലാവരുടെ വാങ്ങിച്ചു. ഓക്കെ റെഡിയല്ലേ? ഓക്കെ. അപ്പോൾ സന്തോഷം. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റൊക്കെ കിട്ടി. ഇനി നിങ്ങൾക്ക് യാത്രയാവാം. നമ്മൾ നമ്മുടെ വഴിക്ക്. ഓക്കെ മോളെ, താങ്ക് യു. എൻ്റെ പൊന്നെ, നിങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുക നിങ്ങളെ കണ്ടില്ലല്ലോ. നമ്മുടെ മുരുകൻ കാട്ടാക്കടയാണ്. അപ്പൊ എങ്ങനെയുണ്ട്? വളരെ ഗംഭീരം, സന്തോഷം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുഴപ്പം പറ്റുമ്പോൾ ആലോചിക്കും ഒരു കണ്ണട വേണമെന്ന്. മങ്ങിയ കാഴ്ചകൾ കണ്ടും അടുക്കുമ്പോഴല്ലേ അതിന്റെ ഒരു കുഴപ്പം ഉണ്ടെന്നുള്ളത് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയൊന്നുമില്ല. ഗംഭീരമായി പോകുന്നു, മനോഹരമായിട്ട്. നല്ല സംഘാടനം വളരെ ഗംഭീരം. നല്ല രീതിയിൽ കൃത്യം പിഴവുകളില്ല, ചിട്ടപ്പെടുത്തിയ ഗംഭീരമായിട്ടുണ്ട്. മക്കൾ ആഘോഷിക്കുന്നു. നമ്മൾ ഈ ചൂരൽമലയിലൊക്കെ നടന്ന അതിഗംഭീരമായ ദുരന്തങ്ങളെയെല്ലാം നമ്മൾ നമ്മുടെ ആനന്ദങ്ങൾ കൊണ്ട്, സന്തോഷം കൊണ്ട് അതിജീവിക്കുന്നതിന്റെ അതിഗംഭീരമായ കാഴ്ചകളാണ് കാണുന്നത്. മനോഹരമായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായിരിക്കണമല്ലോ അല്ലേ? അതായത് ഒറ്റ മാത്ര കൊണ്ട് അസ്തമിക്കും മുൻപ് ഉത്സവങ്ങളായി തീർക്കണം നാളുകൾ അല്ലേ? അതെ തീർച്ചയായിട്ടും. അല്ലെ അത് തീർച്ചയായിട്ടും കന്നഡ ഭക്തതൊക്കെ ഈ പദ്യപാരായണ രംഗത്ത് കുട്ടികൾ ധാരാളമായി ചൊല്ലുന്നതാണ്. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാം എന്ന വാക്കുമാത്രം. നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്ര മാത്രം. നിങ്ങൾക്കറിയുന്നത് പോലെ കാഴ്ചകൾ കണ്ടുമെടുത്താൽ കന്നഡ വേണമെന്ന് പറഞ്ഞ കവിയത്രിയാണ്. ഓക്കെ മകളെ, എവിടെ ഏത് സ്കൂളിൽ നിന്നാ? ഒന്ന് ശക്തിപരമാണ്. ഭക്ഷണം കഴിച്ചു. നിങ്ങളെല്ലാം ഒരു സ്കൂളാണോ? സ്കൂളാ അല്ലേ? സ്കൂള് എന്തായി? റിസൾട്ട് എന്തായി? എന്താ അവതരിപ്പിക്കുന്ന ഐറ്റം? പഴയ നൃത്തം. പണിയ നൃത്തം. ഇതിന്റെ ഒരു പ്രാധാന്യം എന്താണ്? പണിയ സമുദായത്തിലുള്ള ആണോ? അപ്പൊ തുടങ്ങിയാലോ? ഓക്കെ, 1 2 3 സ്റ്റാർട്ട്.
വന്ന സോറി സമയപരിമിതിയാണ്. മക്കളെ ഇത് പിടിച്ചോളൂ, എല്ലാവരും ഒന്ന് കൈയടിച്ചു കൊടുത്തേ. ഓക്കെ, ഓ താങ്ക് യു. അപ്പൊ എനിക്ക് ഒരാളെ കൂടെ പരിചയപ്പെടുത്താനുണ്ട്. ശ്രീധന്യ IAS. ഹായ്, എന്തൊക്കെയാ സുഖമായിരിക്കുന്നോ? ഓ സുഖമായിട്ടിരിക്കുന്നു. ഇതിന്റെ ഡയറക്ടറാണ് ഇപ്പോ? ഞാനിപ്പം രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറൽ ആണ്. പിന്നെ വേറെ 2 ഡിപ്പാർട്ട്മെന്റും കൂടി ഉണ്ട്. അപ്പൊ IAS എത്ര കാലമായി? 2019 സർവീസിൽ വന്നത്. വയനാടാണോ? വയനാട്. ഞാനിവിടെ കണ്ടിട്ടേ ഉള്ളൂ. ഇപ്പം വയനാട്ടിൽ എവിടെയാ വീട്? വയനാട്ടിലെ പൊഴുതന പഞ്ചായത്താണ്, ഇടിയംവയൽ എന്ന് പറയും പ്രോപ്പർ. വയനാട് ജില്ലയിൽ നിന്നുള്ള ആദ്യത്തെ IAS ഏരിയയാണോ? അതെ. ഫസ്റ്റ് IAS ഓഫീസറാണ് ഫ്രം വയനാട്. ഇന്റർവ്യൂ ഒക്കെ ടഫായിരുന്നോ? അത് 5 വർഷം മുമ്പേ ചോദിച്ചു കഴിഞ്ഞതാണ്. ആലോചിക്കും എന്താ തോന്നുന്നത്? ഇറ്റ് വാസ് ഗുഡ്. ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. നല്ലതായിരുന്നു. കൂടുതൽ IAS-കാർ രംഗത്തോട്ട് വരാൻ താങ്കൾ എന്താ ശ്രമിക്കുന്നത്? അതിനുശേഷം IAS-ൽ കിട്ടിയിട്ടില്ല. പക്ഷെ IRTS IRS-ലൊക്കെ ഓഫീസേഴ്സ് വന്നിട്ടുണ്ട് വയനാട്ടിൽ നിന്ന്. IAS ഇതുവരെ വന്നിട്ടില്ല. സോ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഇവിടെ ഉണ്ടല്ലോ. ഇവരെല്ലാരും മക്കളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും IAS ആവണോ? എന്ത് അതിന് വല്ല കുറുക്ക് വഴി വല്ലതും ഉണ്ടോ? കുറുക്ക് വഴിയൊന്നുമില്ല. വയനാട് ചുരം ഇറങ്ങിയ വല്ല മാർഗമുണ്ടോ? മാർഗമുണ്ട്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, സ്മാർട്ട് വർക്കും ചെയ്യണം. വളരെ സന്തോഷം. ഓ ആയിക്കോട്ടെ. താങ്ക് യു. ചെറിയ കാര്യമൊന്നുമില്ല, നമ്മൾ എഴുതി തോറ്റ പരീക്ഷയാ. കുഴപ്പമില്ല. ശരി, ഓക്കെ. താങ്ക് യു. എന്താ പരിപാടി? കളിക്കാൻ പോവാ? അയ്യോ എന്റെ ചെവി കേൾക്കുന്നില്ല. അയ്യോ പൊട്ടി ചെവി പൊട്ടി. അപ്പൊ ഇനി തുടങ്ങാം. ഓക്കെ, റെഡി? 1 2 3. തുടങ്ങിക്കോ. മിൽമയുടെ ഗിഫ്റ്റ് കൊടുക്കാണ്. ഓക്കെ, ഗിഫ്റ്റിലൂടെ പാടിയതിലൂടെ ഗിഫ്റ്റ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് ചോദിച്ചോളൂ. കവർ പൊട്ടി പോരുത്. ഓക്കെ. മിൽമ തറ വീഴും. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി അല്ലേ? ഇനി കുറെ കാണുന്നുണ്ടോ? പിന്നെ ഞാൻ സ്വന്തം ചാനല് വീഡിയോ വെച്ചോളൂ. അടുക്കളയുണ്ട്. സുഖമായിരിക്കും സാർ. ഓ അടിപൊളി, സൂപ്പറല്ലേ? ഓ നമ്മുടെ കലാരൂപം എല്ലാവരും കേരളക്കാരും മൊത്തം ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ ചിലപ്പോ കേരളം മൊത്തം ഇതൊക്കെ കാണുമ്പോഴേ ഒഴുകി ഇങ്ങനെ തിരുവനന്തപുരത്തോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ? മോളെ ഏതായിട്ടോ?
മോഹിനിയാട്ടം. മത്സരം ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ? അതെ അതെ. റിസൾട്ട് വന്നോ? ഇല്ല, വന്നിട്ടില്ല. അതെ. അപ്പൊ മോളുടെ പേരെന്താ? സ്വാതി സഞ്ജീവ്. സഞ്ജീവ്. അച്ഛനാണോ? അതെ. ഇവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അച്ഛൻ ഇവിടെ ഈ ആൾക്കൂട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയോ? അച്ഛാ ഇവിടെ ഉണ്ട്. അച്ഛൻ ഇവിടെ. ഹായ് അച്ഛൻ. ഓക്കെ, സ്വാതിയുടെ അച്ഛനുണ്ടെന്ന് പറയണ്ടേ? അപ്പൊ കളി തുടങ്ങിയാലോ നമുക്ക്? ഓക്കെ, സമ്മാനത്തിൽ പ്രതീക്ഷ ഉണ്ടല്ലോ. പിന്നെ ഒന്നും ആലോചിക്കട്ടെ, കളി തുടങ്ങി. ഓക്കെ, റെഡി. സേവിനം ധർമാനുജമർജുനം രസാതലെ ആനീതവതി തീർത്ഥസേവിനം ധർമാനുജമർജുനം രസാതലെ ആനീതവതി തീർത്ഥസേവിനം ധർമാനുജമർജുനം രസാതലിയാനീതവതി തീർത്ഥസേവിനം ധർമാനുജമർജുനം രസാതലെ ആനീതവതി തീർത്ഥസേവിനം ധർമാനുജമർജുനം രസാതലെ ആനീതവതി തീർത്ഥസേവിനം ധർമാനുജമർജുനം രസാതലെ ആനീതവതി തീർത്ഥസേവിനം ധർമാനുജമർജുനം രസാതലെ രാഗവിസ്തരമാലപിപ്പതിനു വരാങ്കിയൊരു വരവീണയായി അവനു രാഗവിസ്തരം ആലപിപ്പതിനു വരാങ്കിയൊരു വരവീണയാ. രാഗവിസ്തരം ആലപിപ്പതിനു വരാങ്കിയൊരു വരവീണയായി. ഓക്കെ മോളെ, ഗംഭീരമായി. താങ്ക് യു. മോളുടെ പേരെന്താ? സ്വാതി സഞ്ജീവ്. ഓക്കെ. അച്ഛൻ ഇപ്പോഴും വന്നിട്ടില്ല. ഓക്കെ, അച്ഛനാണോ പ്രോത്സാഹനം വീട്ടില്? അച്ഛനും അമ്മയും ഭയങ്കര പ്രോത്സാഹനം, ചേച്ചി. ഓക്കെ, ഇതേ എന്താ പറയാൻ വന്നത്? ഇതിനെ കുറിച്ച് വല്ല ഡാൻസിനെ കുറിച്ച് വല്ലതും പറയാൻ? ഒന്നും അറിയില്ല സാറേ. ഒന്നും അറിയാത്ത നല്ലതാ. നല്ല ഡാൻസ് അല്ലേ? ഓക്കെ, അത് നന്നായി. അപ്പൊ നമുക്കിനി എന്തായി മത്സരം? എന്തായി ചെയ്യുന്നത്? മത്സരം എവിടെയായി? മത്സരം നന്നായിട്ട് വന്നു. ആണോ? ഏതൊക്കെ മത്സരം കഴിഞ്ഞു? ഞാനിപ്പോ ലൈറ്റ് മ്യൂസിക് കഴിഞ്ഞു. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ ഒരു വിജയിയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ലളിതഗാനമാണോ? അല്ല, ഞാൻ അടിച്ചുപൊളി പാട്ട്. അടിച്ചുപൊളി പാട്ടാ? അപ്പൊ എല്ലാവരും കേട്ടോളൂ. ഒരു അടിച്ചുപൊളി പാട്ട് തുടങ്ങാൻ പോവാ. നിങ്ങളെല്ലാം ചൂട് വയ്ക്കാൻ തയ്യാറായിക്കോളൂ. ഞാൻ വെക്കണോ? ഓക്കെ, റെഡി. അപ്പൊ സ്മിത, പ്രവിത ഒക്കെ ഉണ്ടല്ലോ. പ്രജിൻ കൂടെ ഒന്ന് പാടുന്നോ? ഓക്കെ, അപ്പൊ പ്രജിന്ന് പാടിക്കോട്ടോ. ഇവിടുത്തെ ആസ്ഥാന ഗായകനാ നമ്മുടെ 24-ന്റെ. ഓക്കെ, റെഡി? ഓക്കെ, താങ്ക് യു. 1 2 3. ഓക്കെ, ഇനിയിപ്പോ മത്സരിക്ക് ഏതൊക്കെയാ ഉള്ളത്? ഞാൻ ലൈറ്റ് മ്യൂസിക് മാത്രമേ ഉള്ളൂ. ലൈറ്റ് മ്യൂസിക് മാത്രമേ ഉള്ളൂ. അത് എന്നാ മത്സരം? അത് ഇന്ന് കഴിഞ്ഞോ? റിസൾട്ട് വന്നോ? ഓ, കൺഗ്രാജുലേഷൻ. ഓക്കെ, ടോപ്പ് സിംഗിൽ ഇങ്ങനെ ഒരാള്. എന്ത് പറ്റിയോ?
ഗ്രൂപ്പ് സോങ് അല്ലേ? ഏത് സ്കൂളാണ് നിങ്ങൾ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കൊരു കാര്യം പാട്ടേതാ? അത് രാജേഷ് മാഷന്റെ എഴുതി കമ്പോസ് ഒക്കെ ചെയ്ത പാട്ടാണ്. അപ്പൊ നിങ്ങളെല്ലാം റെഡിയാണല്ലോ? എല്ലാം റെഡിയാണല്ലോ ഒരു ഗ്രൂപ്പ് സോങ് കേൾക്കാനായിട്ട്? അപ്പം 1 2 3. പുതുമകൾ നിറയുന്നു പ്രിയതരമാം വഴികളിലായി മനുഷ്യ പൂക്കുന്നു തേടുമീ രാഗസരസിൽ അമ്പലിൻ മേയിലൊളിക്കും തേൻ വണ്ടിൻ കിന്നാരം കാതിൽ മുഴങ്ങുന്നു തുളുമ്പി വന്ന കുഞ്ഞോളങ്ങൾ മൃദുവായി മൂളുന്നു പുതുമകൾ നിറയുന്നു പ്രിയതരമാം വഴികളിലായി പൂക്കുന്നു. ഓക്കെ, നന്നായി, ഗംഭീരമായി. മക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഇഷ്ടപ്പെട്ടോ? കൊള്ളായിരുന്നോ? അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പൊ സ്കൂളിൽ എന്നാ പറഞ്ഞേ? ഫസ്റ്റ് കിട്ടിയില്ലയോ? അപ്പൊ കൺഗ്രാജുലേഷൻ. അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് തീർന്നു പോയി കേട്ടോ നിങ്ങൾ വന്നപ്പെടുത്തി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എത്തിച്ചു തരും. അങ്ങനെ വിശ്വാസമുണ്ടോ? ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് ഞാൻ 1 2 3 പറയുമ്പോൾ നമ്മളൊരു ഇടവേള എന്ന് പറയും. അതോടെ ഒരു ബ്രേക്ക് അടിക്കും. ഓക്കെ അല്ലേ? ചിലപ്പോൾ ഭാവിയിൽ ടി വിയിലെ വലിയ അവതാരകരാകും നിങ്ങൾ കേട്ടോ. ഇവിടെയൊക്കെ ചില അവതാരകർ നിൽപ്പുണ്ട്, നിങ്ങളെ കണ്ട അസൂയ ഇതുണ്ട്. അപ്പോൾ എല്ലാവരും ഇടവേളയ്ക്ക് റെഡി ആയിക്കോളൂ. 1 2 3 ഇടവേള.